Good evening students. Welcome to a lecture series of quantum mechanics. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായും നമ്മളുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററും അതേപോലെ തന്നെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ സ്റ്റേറ്റ് കെറ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് ഹാമിൽട്ടോണിയൻ്റെ ടൈം ഡിപ്പെൻഡൻസിനനുസരിച്ച് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഒരു ജനറൽ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ അതിൻ്റെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ എക്സ്പ്ലിസിറ്റ് ഫോം ഹാമിൽട്ടോണിയൻ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്തും ഹാമിൽട്ടോണിയൻ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സമയത്തും അങ്ങനെ 3 ഡിഫറെൻറ്റ് കേസുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇത് ഒരു ആർബിട്രറി സ്റ്റേറ്റ് കെറ്റിലേക്ക് നമ്മൾ ഇതുവരെ പറഞ്ഞ ക്വാണ്ടം ഡൈനാമിക്സിലെ ഫോർമുലേഷൻസ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് വരുന്നത്. സ്റ്റേഷണറി സ്റ്റേറ്റ്സ്, നോൺ സ്റ്റേഷണറി സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ വരും. എന്താണ് എനർജി ഐഗൻകെറ്റ്, എന്താണ് എനർജി ഐഗൻ വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ്, എനർജി ഐഗൻകെറ്റുകളിലെ സിസ്റ്റത്തെ, ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ടൈറ്റിൽ ഓഫ് ദിസ് ടോപ്പിക് ഈസ് എനർജി ഐഗൻകെറ്റ്സ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇതുവരെ പറഞ്ഞ കോൺസെപ്റ്റുകളുടെയൊക്കെ തുടർച്ചയായിട്ടാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ദ ടൈം ബീയിങ് ഇനി വരുന്ന സബ്സിക്വൻറ്റ് സെക്ഷനിലും ഈ സെക്ഷനിലും സബ്സിക്വൻറ്റ് സെക്ഷൻസിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ഹാമിൽട്ടോണിയനെ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. നമ്മൾ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാത്രമാണ് തുടർന്നുള്ള സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്തരം സിറ്റുവേഷനും അത്തരം പ്രോബ്ലംസും ആയിരിക്കും നമ്മൾ വളരെ ലളിതമായിട്ട് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാമിൽട്ടോണിയൻ ടൈമിനനുസരിച്ച് മാറുന്ന രീതിയിലുള്ള കോൺസെപ്റ്റുകൾ തൽക്കാലം നമ്മൾ മാറ്റിവെക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എനർജി ഐഗൻകെറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതെങ്ങനെയാണ് ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ഒരു സ്റ്റേറ്റ് കെറ്റിൻ്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബിഹേവിയർ പഠിക്കണം എന്ന് വിചാരിക്കാം. ടു ബി ഏബിൾ ടു ഇവാലുവേറ്റ് the effect of time evolution operator on an arbitrary ket ആൽഫ. ഇതാണ് നമ്മുടെ പ്രോബ്ലം. നമുക്ക് അതായത് കെറ്റ് ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കെറ്റ് ആൽഫ T0 ഈക്വൽ ടു T0 T എന്നാണ്, സോറി T0 എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. ആഫ്റ്റർ എ ടൈം T ഇറ്റ് വിൽ ബിക്കം കെറ്റ് ആൽഫ T0 T. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് UT T0 നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഫക്റ്റാണ് നമുക്ക് പഠിക്കുന്നത് എങ്കിൽ നമ്മളിവിടെ ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ പോവാണ്. ലെറ്റ് us ഫസ്റ്റ് കൺസിഡർ, ഈ പ്രോബ്ലത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ലെറ്റ് us ഫസ്റ്റ് കൺസിഡർ an operator A cap corresponding to an observable ഒരു ഒബ്സർവബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഓപ്പറേറ്റർ എ ഈസ് കമ്മ്യൂട്ടിങ് വിത്ത് ഹാമിൽട്ടോണിയൻ എന്ന് വിചാരിക്കും. സോ വി ആർ ടേക്കിംഗ് ആൻ ഓപ്പറേറ്റർ, ദാറ്റ് ഓപ്പറേറ്റർ കറസ്പോണ്ടിങ് ടു സം ഒബ്സർവബിൾ ഇൻ ദ സം ഒബ്സർവബിൾസ്, ദാറ്റ് ഒബ്സർവബിൾ റെപ്രസെൻസ്, ആ ഒബ്സർവബിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഒബ്സർവബിളാണ്. ആ ഒബ്സർവബിൾ ഹാമിൽട്ടോണിയനുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, സോ എയും എച്ചും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. 2 ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആ 2 ഓപ്പറേറ്റേഴ്സിനും കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. സോ വി ക്യാൻ റൈറ്റ്, if 2 operators commute each other, commute each other,
they have common set or simultaneous Eigenkets. സോ ഹാമിൽട്ടോണിയൻ്റെ ഐഗൺകെറ്റിനെ നമ്മൾ സാധാരണ എന്താ പറയുക, എനർജി ഐഗൺകെറ്റ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഐഗൺകെറ്റുകളും എനർജി ഐഗൺകെറ്റുകളായിരിക്കും. സോ എയുടെ ഓപ്പറേറ്ററിൻ്റെ ഐഗൺകെറ്റിനെ നമ്മൾ കെറ്റ് എ പ്രൈം എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ വി ക്യാൻ റൈറ്റ് Hamiltonian H has got the eigenket of ket set A prime. ഇത് എയുടെ ഐഗൺകെറ്റുകളും കൂടിയാണ്. എയുടെയും എച്ചിൻ്റെയും ഐഗൺകെറ്റുകൾ കോമൺ ആയിരിക്കും. ആണ് ഞാൻ കെറ്റ് എ പ്രൈം എന്നാണ് സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് എച്ച് കെറ്റ് എ പ്രൈം ഇസ് ഈക്വൽ ടു ഇ എ പ്രൈം കെറ്റ് എ പ്രൈം. ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? സോ ഇതാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? സോ വി ക്യാൻ സേ ദാറ്റ് ദ eigenkets of A are also eigenkets of H, or we can simply write it as energy eigenkets. So എയുടെ ഐഗൺകെറ്റുകൾ എന്ന് പറയുന്നത് എനർജിയുടെ ഐഗൺകെറ്റുകളും കൂടിയാണ് എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി നമുക്ക് എന്താ എഴുതാം? വി നോ UT_T0 is equal to ഹാമിൽട്ടോണിയൻ ടൈം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ്പോണൻഷ്യൽ മൈനസ് IH T minus T0 divided by H cross, which is equation number 3. This is the time evolution operator. Okay, yes, then നമുക്ക് ഈ ഇക്വേഷനെ നമുക്കിവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ബേസിസ് എന്ന് പറയുന്നത് എയുടെ ബേസിസ് ആണ്, അല്ലെങ്കിൽ എനർജി ഐഗൺകെറ്റുകളുടെ ബേസിസ് ആണ്. നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ എക്സ്പാൻഡ് ഇക്വേഷൻ നമ്പർ 3 UT_T0 in terms of this basis, in terms of this energy eigenkets. നമുക്ക് എഴുതാം, let us now expand equation number 3 in terms of energy eigenkets. Set ket A prime. ഇവിടെ എയുടെ ഐഗൺകെറ്റുകളാണ് എനർജി ഐഗൺകെറ്റുകളായിട്ട് വരുന്നത്. സോ യു ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് UT_T0 is equal to exponential minus IH T minus T0 divided by H cross. That can be written as, we can expand in terms of A prime. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എക്സ്പോണൻഷ്യൽ IH T minus T0 by H ക്രോസിനെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? നമുക്ക് ഇങ്ങനെ എഴുതാം, സമ്മേഷൻ ഓവർ എ പ്രൈം എ ഡബിൾ പ്രൈം കെറ്റ് എ പ്രൈം ബ്രാ എ പ്രൈം എക്സ്പോണൻഷ്യൽ മൈനസ് IH T minus T0 divided by H cross into ket A double prime bra A double prime. ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ
ആദ്യം ഒരു ഐഡന്റിറ്റി ഓപ്പറേറ്റർ സമ്മേഷൻ ഓവർ എ പ്രൈം കെറ്റ് എ പ്രൈം എ ബ്ര എ പ്രൈം എന്ന് എഴുതി. പിന്നെ അടുത്തൊരു ഐഡന്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എ ഡബിൾ പ്രൈം കെറ്റ് എ ഡബിൾ പ്രൈം ബ്ര എ ഡബിൾ പ്രൈം എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതിനെ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ്പോണൻഷ്യൽ മൈനസ് ഐ എച്ച് ഇൻറ്റു ടി മൈനസ് ടി സീറോ എന്ന് പറയുന്നത് കെറ്റ് എ ഡബിൾ പ്രൈമിനെ അപ്ലൈ ചെയ്യുമ്പോൾ എച്ച് കെറ്റ് എ ഡബിൾ പ്രൈം എന്ന് പറയുന്നത് എന്ത് വരും? എച്ച് കെറ്റ് എ ഡബിൾ പ്രൈം എന്ന് പറയുന്നത് ഇ എ ഡബിൾ പ്രൈം കെറ്റ് എ ഡബിൾ പ്രൈം എന്നാണ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. യു ജസ്റ്റ് ഓപ്പറേറ്റ് ദിസ് ഓപ്പറേറ്റർ ഓൺ കെറ്റ് എ ഡബിൾ പ്രൈം, then you will get sigma a prime sigma a double prime ket a prime bra a prime exponential minus exponential minus I e a prime t minus t0 divided by h cross a double prime ആണ് into ket a double prime bra a double prime. Okay, so this is just a number. ഈ ടേം എന്ന് പറയുന്നത് ജസ്റ്റ് എ നമ്പർ മാത്രമാണ്. അപ്പോൾ അത് നമുക്ക് ഓപ്പറേഷൻ, അതായത് എച്ചിനെ കെറ്റ് എ ഡബിൾ പ്രൈം കൊടുത്തപ്പോൾ ഇ എ ഡബിൾ പ്രൈം കിട്ടി, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സമ്മേഷൻ ഓവർ എ പ്രൈം സമ്മേഷൻ ഓവർ എ ഡബിൾ പ്രൈം കെറ്റ് എ പ്രൈം ബ്ര എ പ്രൈം ket a double prime bra a double prime into exponential minus I e a double prime into t minus t0 divided by h cross into bra a double prime. What is this? This is delta a prime a double prime. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേസിസ് എന്ന് പറയുന്നത് ഒരു ഓർത്തോനോർമൽ ബേസിസ് ആണ്. അപ്പോൾ ഇത് ഡെൽറ്റ എ ഇപ്പോൾ എ പ്രൈമും എ ഡബിൾ പ്രൈമും സെയിം ആയ ടേമുകൾ മാത്രമേ ഈ സമ്മേഷനിൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ടേമിനെ ഒന്നും കൂടി ലളിതമായിട്ട് എഴുതാം. യു ടി ടി സീറോ ഇസ് ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ എച്ച് ടി മൈനസ് ടി സീറോ ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് ഈസ് ഈക്വൽ ടു summation over a prime ket a prime exponential minus I e a prime t by h cross t അല്ല t minus t0 into bra a prime. നമ്മൾ എ ഡബിൾ പ്രൈമിനെ മുഴുവൻ എ പ്രൈമായിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ക്രോണക്കർ ഡെൽറ്റ ആയതുകൊണ്ട് ഈ സമ്മേഷനിൽ എ ഡബിൾ പ്രൈമും എ പ്രൈമും സെയിം ആവുന്ന ടേം മാത്രമേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരൊറ്റ സമ്മേഷനായിട്ട് മാറും. എല്ലാത്തിനും നമ്മൾ എ പ്രൈം എന്ന് പറയുന്ന സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ യൂണിറ്റ് ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ in terms of energy eigenkets. This is the expression for time evolution operator in terms of energy eigenkets set ket a prime. ഓക്കെ, അപ്പോൾ ഇതിൽ എയും എച്ചും കമ്മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എനർജി ഐഗൺകെറ്റുകളായിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ you can take it as equation number 3. Okay, then what is time evolution operator? അപ്പോൾ നമുക്കറിയാം ഇനീഷ്യൽ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇനീഷ്യൽ ടൈം എന്ന് പറഞ്ഞാൽ t0 ആണ്. ആ സമയത്തെ സ്റ്റേറ്റ് വെക്ടറിനെ
നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. കെറ്റ് ആൽഫ അല്ലെങ്കിൽ കെറ്റ് ആൽഫ T0 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി പുട്ട് T0 = 0 ആണെങ്കിൽ കെറ്റ് ആൽഫ ഈസ് നത്തിങ് ബട്ട് കെറ്റ് ആൽഫ 0. ഓക്കെ, ആൻഡ് at a later time the state vector is ket alpha T0 = 0 T. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടിനെയും കണക്ട് ചെയ്യാൻ എങ്ങനെയാണ്? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് let us take the initial ket. Let us take the initial ket alpha. ഈ ket ആൽഫനെ നമ്മൾ expand in set ket A prime. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ സെറ്റ് ket A prime വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെ എഴുതാൻ പറ്റും? വളരെ സിമ്പിളാണ്. ket alpha = ket alpha 0 = summation over A prime ket A prime alpha. ഓക്കെ, ഈ A prime alpha എന്ന് പറയുന്നതാണ് കോഎഫിഷ്യൻസ് വരിക. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കോഎഫിഷ്യൻസിനെ നമ്മൾ CA prime എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇവിടുത്തെ ടൈം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് T0 = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആ ടൈം ആൽഫ എന്ന് പറയുന്നത് ഇനീഷ്യൽ കെറ്റ് ആണെന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സോ ഇനീഷ്യൽ കെറ്റ് ആൽഫ 0 ഓർ കെറ്റ് ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ ഓവർ A prime CA prime of T0 = 0 ket A prime. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, നാലാമത്തെ ഇക്വേഷനായി. സോ വാട്ട് ഈസ് ket alpha T0 = 0 T ലേറ്റർ ടൈമിൽ ലേറ്റർ ടൈം T ടൈം എവല്യൂഷൻ അനുസരിച്ച് സ്റ്റേറ്റ് കെറ്റിനുണ്ടായ വ്യത്യാസമാണ്. സമയത്തിനനുസരിച്ച് സ്റ്റേറ്റ് കെറ്റ് ആൽഫയിൽ നിന്ന് ഈ ഒരു കെറ്റിലേക്ക് മാറി. അപ്പോൾ നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക എങ്ങനെയാണ്? ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ വെച്ചിട്ട് T0 എന്നുള്ളത് 0 എന്ന് കൊടുക്കാം. കെറ്റ് ആൽഫ 0. ഓക്കെ, what is UT0? UT0 is exponential minus IHT by H cross into ket alpha 0. Okay, clear? പക്ഷേ UT0 നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കിട്ടിയിട്ടുണ്ട്. എന്താ? യൂസിങ് ഇക്വേഷൻ നമ്പർ 3 നമ്മൾ T0നെ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ UT0 = summation over A prime ket A prime exponential minus IEA prime T by H cross. T minus T0 എന്നുള്ളത് T0 0 ആയതുകൊണ്ട് T എന്ന് കൊടുത്തു. ബ്രാ A prime. ഇതാണ് നമ്മളുടെ UT0. അപ്പോൾ ഇതാണ് UT0 അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ IHT by H cross. രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കെറ്റ് ആൽഫ T0 = 0 സെമിക്കോളൻ T can be written as UT0 into ket alpha ആണല്ലോ. So that can be written as summation over A prime ket A prime exponential minus IEA prime T by H cross bracket A prime alpha. This alpha is alpha T0 = 0. Sorry, alpha എന്ന് പറയുന്നത് ഇനീഷ്യൽ ഐഗൺകെറ്റ് തന്നെയാണ്. ആൽഫ T0 ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. That can be written as this is CA prime of T0 = 0. Okay, so you can write sigma A prime CA prime
T0 is equal to 0 exponential minus I e a prime t by h cross into ket a prime. ഇതാണ് ket alpha T0 is equal to 0 t. ഓക്കെ, ഇതാണ് ഇക്വേഷൻ നമ്പർ 5. നമുക്ക് ജനറലി if you are expanding ket alpha T0 is equal to 0 t in set ket a prime. set ket a prime നമ്മൾ നേരിട്ട് എക്സ്പാൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഇങ്ങനെ ചെയ്യാതെ നേരിട്ട് എക്സ്പാൻഡ് ചെയ്താൽ പണ്ട് എഴുതിയ പോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഇനീഷ്യൽ കെറ്റിനെ എഴുതിയ പോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ket alpha T0 is equal to 0 t is equal to sigma a prime ket a prime alpha T0 is equal to 0 t എന്ന് എഴുതാം. വാട്ട് ഈസ് ദിസ്? CA prime of t. അതായത് ടി എന്ന് പറയുന്ന സമയത്തെ കോഎഫിഷ്യന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ എ പ്രൈം CA prime ഓഫ് ടി ket a prime എന്ന് എഴുതാം. ഏത്? ket alpha T0 is equal to 0 semicolon t. ലേറ്റർ ടൈമിലെ സ്റ്റേറ്റ് കെറ്റിനെ നമുക്ക് എനർജി ഐഗൺ കെറ്റിന്റെ ബേസിസിൽ എക്സ്പാൻഡ് ചെയ്താൽ you will get an expression like this. This is equation number 6. You just compare equation number 5 and equation 6. Comparing equation number 6 and 5, what we will write? നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. എന്ത്? CA prime of t is equal to CA prime of T0 is equal to 0 exponential minus I EA prime t by h cross. So this is the connection between coefficients of the state ket at an initial time and at a later time t. So this equation connects. This is equation number 7 എന്ന് നമുക്ക് കൊടുക്കാം. Equation number 7 നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് ഒരു കൺക്ലൂഷനും കൂടി നമുക്ക് പറയാനുണ്ട്. You find out, നമുക്കറിയാം ഈ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ വരാം. കോംപ്ലക്സ് നമ്പർ ആണ് ജനറലി കോഎഫിഷ്യൻസ് നമ്മൾ ഒരു വെക്ടർ സ്പേസിൽ സാധാരണ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോഎഫിഷ്യൻസ് കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. വാട്ട് ഈസ് മോഡുലസ് CA prime ഓഫ് ടി ഹോൾ സ്ക്വയർ എന്ത് വരും? ദാറ്റ് ഈസ് മോഡ് CA prime ഓഫ് ടി സ്റ്റാർ CA prime of t ഇങ്ങനെ എഴുതാം. That is equal to CA prime of T0 is equal to 0 star CA prime T0 is equal to 0 exponential IEA prime by t by h cross into exponential minus IEA prime t by h cross ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് രണ്ടും കൂടി 1 ആയി മാറും. അപ്പോൾ എന്തായി? CA modulus, that will be equal to modulus CA prime of T0 is equal to 0 whole square. So we can write it as CA prime of t whole square modulus is equal to CA prime of T0 is equal to 0 whole square. അതായത് എന്താ? Modulus of expansion coefficients does not vary with time. Modulus of expansion coefficients remain unchanged with the time. സമയത്തിനനുസരിച്ച് എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് മാറുന്നില്ല. ഈ മോഡുലസ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഒരു സ്റ്റേറ്റ് കെറ്റ്, ഒരു എനർജി ഐഗൺ കെറ്റ് എ പ്രൈമിലെ ഒരു ആർബിട്രറി കെറ്റ് ആൽഫയ്ക്ക് വന്നു വീഴാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ സാധാരണ ഈ കോംപ്ലക്സ് കോയഫിഷ്യൻറ്റുകൾ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ് മോഡുലസ് CA prime of t ഹോൾ സ്ക്വയർ വരുന്നത്. അപ്പോൾ ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്
ടൈമിനനുസരിച്ച് മാറുന്നില്ല, പ്രോബബിലിറ്റി കൺസർവേഷൻ ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനും കൂടിയാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ സ്പെഷ്യൽ കേസ്. ദാറ്റ് സ്പെഷ്യൽ കേസ് മീൻസ് നമ്മളിവിടെ ആൽഫ എന്ന് പറയുന്ന ഒരു ആർബിട്രറി കെറ്റാണ് എടുത്തത്. നമ്മൾ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് the arbitrary ket can be represented as one of the energy eigenket of Hamiltonian or one of the energy eigenket of the operator A. That means suppose നമുക്കൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദിസ് സ്പെഷ്യൽ കേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സ്പെഷ്യൽ കേസിൽ നിന്നാണ് ക്വാണ്ടം ഡൈനാമിക്സിൽ നമ്മളൊരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ അതെങ്ങനെ നമുക്ക് ഈ ഒരു രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, എനർജി ഐഗൻകെറ്റിന്റെ രൂപത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വരുന്നത്. ഇതിൽ നിന്നാണ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റും നോൺ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. സോ സപ്പോസ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് കെറ്റ്, സപ്പോസ് ദ ഇനീഷ്യൽ state ket alpha, or simply you can write it as alpha t0 is equal to 0, is equal to ket A prime. That means initial eigenket is one of the energy eigenkets, or simply one of the eigenkets of, ഇങ്ങനെ പറയാം, eigenkets of A, because commutation bracket AH is equal to 0. That means the operator A and Hamiltonian H can have simultaneous energy eigenkets. Okay, so we can replace ket alpha with ket A prime. So what we will write, we can simply write it as ket alpha t0 is equal to 0. After later time t, നമുക്ക് സ്റ്റേറ്റ് കെറ്റിനെ എന്ത് റെപ്രസെന്റ് ചെയ്യാം, ലേറ്റർ ടൈം ടി. ഇനീഷ്യലി എ പ്രൈമിലാണ് നിൽക്കുന്നത്. ഒരു ടി സമയം കഴിയുമ്പോൾ ഇത് എ പ്രൈമിൽ തന്നെയാണോ നിൽക്കുന്നത്, അതേ സ്റ്റേറ്റിൽ തന്നെയാണോ നിൽക്കുന്നത്, അതിനെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫൈനൽ കെറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, at a later time t, ket alpha t0 is equal to 0 semicolon t എന്ന് എഴുതാം. That is u t0 ket alpha. Okay, നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പം കിട്ടിയേക്കുന്ന റിസൾട്ടിലേക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് യു ടി ടി സീറോ കിട്ടിയത് യു ടി സിഗ്മ എ പ്രൈം കെറ്റ് എ പ്രൈം എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ്, ഇതാണ് യു ടി സീറോ കിട്ടിയത്, ഇൻറ്റു ബ്ര എ പ്രൈം എന്നാണ് കിട്ടിയത്. സോ ബ്ര എ പ്രൈം ആൽഫയ്ക്ക് പകരം ഇവിടെ കെറ്റ് എ പ്രൈം തന്നെ കൊടുക്കും, ബ്ര എ പ്രൈം കെറ്റ് എ പ്രൈം. So this is 1. Okay, so simply you can write it as ket alpha t0 is equal to 0, t is equal to exponential minus I e a prime t by h cross into ket a prime. നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ എക്സ്പാൻഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ket a prime തന്നെ ആയതുകൊണ്ട് നേരിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതണമെന്നില്ല, ഒന്നും കൂടി അതൊന്ന് ക്ലിയർ ആക്കി പറയാം. ket alpha t0 is equal to 0, t is equal to, you can simply write it as u t0, എക്സ്പാൻഷൻ കൊടുക്കണമെന്നില്ല, ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്, ket a prime എന്നെഴുതാം. അപ്പോൾ നമുക്ക് യു ടി സീറോന് പകരം എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ക്രോസ് എന്ന് കൊടുക്കാം, ഇൻറ്റു കെറ്റ് എ പ്രൈം എന്ന് കൊടുക്കാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ്.
into ket A prime. So this is the new state, ket alpha t0 is equal to 0 t. Initial state എന്ന് പറയുന്നത് ket A prime, final state എന്ന് പറയുന്നത് ket A prime into some exponential term. ഇവിടെ ഒരു exponential term. അപ്പോൾ ഇനീഷ്യൽ ket എന്ന് പറയുന്നത് ഇതും ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കുക. ഇനീഷ്യൽ ket ഇതും ഫൈനൽ ket ഇതുമാണ്. നോക്കൂ, ഇനീഷ്യൽ കെറ്റും ഫൈനൽ കെറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനീഷ്യൽ കെറ്റ് എന്ന് പറയുന്നത് ket A prime ആണ്. ഫൈനൽ കെറ്റും ket A prime തന്നെയാണ്. പക്ഷെ ഒരു എക്സ്പോണൻഷ്യൽ ടേം അഡീഷണൽ വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഫേസ് മോഡുലേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റ് അതേ സ്റ്റേറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്, വിത്ത് എ സ്മോൾ ചേഞ്ച് ഇൻ ദ ഫേസ് മോഡുലേഷൻ. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, ഇഫ് the system is, so we can write it as, if the, so this is again in a state of ket A prime with phase change, phase modulation. Okay, so we can write it as, if the state of the system, if the system is initially a simultaneous eigenket of A and H, it remains so at all times. എല്ലാ സമയത്തും അതേ സ്റ്റേറ്റ് കെറ്റിൽ തന്നെ തുടരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേറ്റ് ket A prime ആയിരുന്നു, ഫൈനൽ കെറ്റും ket A prime തന്നെയാണ്. ഒരു വ്യത്യാസം വന്നിട്ടില്ല. അതിന് കാരണം എന്താ, എയും എച്ചും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. എയും എച്ചും കമ്മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് എക്കും എച്ചിനും കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫ് ദ സിസ്റ്റം is one of the energy eigenket of A, where A is commuting with H, then the system will remain in the same state at all times. Okay, but there will be a small change in the phase modulation. The only change is the phase modulation. That means state A prime ആണെങ്കിൽ കുറേ സമയം കഴിഞ്ഞാലും സ്റ്റേറ്റ് അതേ സ്റ്റേറ്റിൽ തന്നെ തുടരും എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേഷൻ A എന്ന് പറയുന്നത്, A ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഓഫ് മോഷൻ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, ഹിയർ A ഈസ് കോമ്പാറ്റബിൾ വിത്ത് H. That means A is a constant of motion. That we will discuss later. A is a constant of motion. ഇതുപോലത്തെ എക്സാമ്പിളുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഒബ്സർവബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒബ്സർവബിളിൻ്റെ ഓപ്പറേറ്റർ A ആണെന്ന് വിചാരിക്കുക. ആ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എച്ചുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എയുടെയും എച്ചിൻ്റെയും ഐഗൺ കെറ്റുകൾ സൈമുൾട്ടേനിയസ് ഐഗൺ കെറ്റുകളായിരിക്കും. സോ it will commute with each other. Then there will not be any change in the state of the system if initially the state is one of the energy eigenstates of A. Then system remains in the same eigenstate. ഇതാണ് നമ്മൾ പറഞ്ഞത്. Okay, the only change is the change in the phase modulation. So A is also called a constant of motion. അപ്പോൾ കുറേ കാര്യങ്ങൾ, ഒരു constant of motion എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ പറയുമ്പോൾ അത് ഹാമിൽട്ടോണിയനുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആയിരിക്കും. ആ കോൺസ്റ്റന്റ് ഓഫ് മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ. ഇപ്പോൾ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ ആംഗുലർ മൊമെന്റവും ഹാമിൽട്ടോണിയനും ക്വാണ്ടം മെക്കാനിക്സിന് നമ്മൾ ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിന് കമ്മ്യൂട്ട് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ആംഗുലർ മൊമെന്റത്തിൻ്റെയും ഹാമിൽട്ടോണിയൻ്റെയും ഐഗൺ കെറ്റുകൾ കോമൺ സെറ്റ് ഓഫ് ഐഗൺ കെറ്റ്സുകളായിരിക്കും എന്ന് പറയും. അപ്പോൾ നമ്മൾ വൺസ് ഇനീഷ്യലി സിസ്റ്റം ഹാമിൽട്ടോണിയൻ്റെ വൺ ഓഫ് ദ എനർജി ഐഗൺ കെറ്റിലാണെങ്കിൽ ഇറ്റ് റിമെയിൻസ് സോ അറ്റ് ഓൾ ടൈംസ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മളുടെ ഒരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ ആ ഓപ്പറേറ്റർ ഹാമിൽട്ടോണിയനുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുമെങ്കിൽ we can easily represent the state at a later time.
once we know the initial state and expansion. അപ്പോൾ നമുക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് we have to find out an operator. That operator commutes with Hamiltonian. So the basic task in quantum mechanics, the basic task in quantum mechanics or quantum dynamics is reduced to find out an observable that commutes with Hamiltonian H. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നെ once that is done അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു we expand the initial ket in terms of Eigenkets of that observable നമ്മൾ ഒരു ഇനീഷ്യൽ കെറ്റ് ആൽഫ ആണെങ്കിൽ ആൽഫേനെ കെറ്റ് എ പ്രൈമിന്റെ ഐഗൺ കെറ്റുകളായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു ആൻഡ് ജസ്റ്റ് അപ്ലൈ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ നമ്മൾ ഇത്രയാണ് പറഞ്ഞത് കെറ്റ് ആൽഫ T0 is equal to T0 is equal to UT0 കെറ്റ് ആൽഫ. ഇത് നമ്മൾ എ പ്രൈം അതിനെ സി എ പ്രൈം കെറ്റ് എ പ്രൈം എന്നുള്ള രൂപത്തിൽ എഴുതുന്നു. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരു ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ രീതിയിൽ നമ്മൾ ജസ്റ്റ് ടൈം എവല്യൂഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായി then the last step amounts to merely change the time, merely change the phase of each expansion coefficients. എന്ന് പറഞ്ഞാൽ നമ്മൾ സി എ പ്രൈം ഓഫ് ടി ആണ്. നമുക്ക് ഇനീഷ്യൽ ടൈമിൽ സി എ പ്രൈം ഓഫ് T0 is equal to 0 ആണ്. ഫൈനൽ ടൈമിലുള്ള കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് സി എ പ്രൈം ഓഫ് ടി ആണ്. അതിനെ ഒരു ഫേസ് മോഡുലേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ എക്സ്പൊണൻഷ്യൽ മൈനസ് IEA പ്രൈം ടി ബൈ എച്ച് ക്രോസ് കൊണ്ട് ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്താൽ പുതിയ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് കിട്ടും. അപ്പോൾ പുതിയ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ഹാമിൽട്ടോണിയനുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ഓപ്പറേറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി ഐക്കൺ സൈമിൾട്ടേനിയസ് എനർജി ഐക്കൺ കെറ്റ് ആയതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ഇനീഷ്യൽ കെറ്റിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് യു അപ്ലൈ ദ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ, ദെൻ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ state ket at a later time very easily. So our fundamental task in quantum mechanics is to find out an operator that commutes with Hamiltonian. So it's very simple. ഈ രൂപത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒരൊറ്റ ഓപ്പറേറ്റർ ആണോ കമ്മ്യൂട്ട് ചെയ്യുക? പല പ്രോബ്ലത്തിലും ഒരൊറ്റ ഓപ്പറേറ്റർ മാത്രമായിരിക്കില്ല, ഒരുപാട് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടാവും ഹാമിൽട്ടോണിയനുമായിട്ട്. മാത്രമല്ല അവർ പരസ്പരം കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. If we are considering
several observables all these are commuting with each other and also commutes with h. അതായത് നമ്മൾ ഒരുപാട് ഓപ്പറേറ്റ് എ മാത്രമല്ല എ ബി സി ഡി എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ എഴുതിയതിൻ്റെ അർത്ഥം ഇതാണ്: എ ബി കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് എ ബി ഇസ് ഈക്വൽ ടു കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ബി സി ഇസ് ഈക്വൽ ടു കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് എ സി ഇസ് ഈക്വൽ ടു ഇങ്ങനെ പോകുന്നു, ഇസ് ഈക്വൽ ടു എക്സെട്ര ഇസ് ഈക്വൽ ടു 0. എല്ലാം കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എ ഈസ് കമ്മ്യൂട്ടിംഗ് വിത്ത് എച്ച്, ബി ഈസ് കമ്മ്യൂട്ടിംഗ് വിത്ത് എച്ച്, സി ഈസ് കമ്മ്യൂട്ടിംഗ് വിത്ത് എച്ച്, എക്സെട്ര ഈക്വൽ ടു 0. ഈ കണ്ടീഷനാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എക്കും ബിക്കും എ ബി സി ഡി ഇങ്ങനെ പോകുന്ന എല്ലാത്തിനും എച്ചിനും ചേർന്നിട്ട് നമുക്ക് ഒരു സൈമുൾട്ടേനിയസ് ഐഗൺ കെറ്റുകൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് കമ്മ്യൂട്ട് ചെയ്യുന്ന കാരണം സൈമുൾട്ടേനിയസ് ഐഗൺ കെറ്റ്സ്. അത് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. കെറ്റ് എ പ്രൈം, ബി പ്രൈം, സി പ്രൈം എക്സെട്ര ഈ രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. കുറച്ചും കൂടി ലളിതമായിട്ട് ഒരു കോമൺ ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ, കളക്റ്റീവ് ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ we can write it as ket k prime. So ket k prime represents, it is a collective index which represents all simultaneous eigenkets of A, B, C, D, E, F, etc. H. Okay, so in such a situation we can write ut0 is equal to exponential minus iht by h cross. പഴയ പ്രൊസീജിയർ അപ്ലൈ ചെയ്താൽ, അതേ രൂപത്തിൽ അപ്ലൈ ചെയ്താൽ സമ്മേഷൻ ഓവർ കെ പ്രൈം, കളക്റ്റീവ് ഇൻഡെക്സ് ആണ്, എ പ്രൈമും ബി പ്രൈമും സി പ്രൈമും ഡി പ്രൈമും ഒക്കെ വരും. സമ്മേഷൻ ഓവർ കെ ഡബിൾ പ്രൈം, കെറ്റ് കെ പ്രൈം, ബ്ര കെ പ്രൈം, exponential minus iht by h cross, ket k double prime, bra k double prime. നമ്മൾ ചുമ്മാ എന്ത് ചെയ്തു, ലെഫ്റ്റിലും റൈറ്റിലും ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തു. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ പഴയ രീതിയിൽ റീഅറേഞ്ച് ചെയ്താൽ സിഗ്മ കെ പ്രൈം, കെറ്റ് കെ പ്രൈം, എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ കെ പ്രൈം ടി ബൈ എച്ച് ക്രോസ് ബ്ര കെ പ്രൈം എന്നത്. ഇതാണ് ut0. ഓക്കെ, ut0 അങ്ങനെ എഴുതാം. സോ ഹിയർ ഇ കെ പ്രൈം റെപ്രസെൻറ്റ്സ് യുണീക്ലി സ്പെസിഫൈഡ്. ബി കെ പ്രൈം എന്ന് പറയുന്നത് യുണീക്കായിട്ട് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ എ പ്രൈമിൻ്റെയും ബി പ്രൈമിൻ്റെയും സി പ്രൈമിൻ്റെയും വാല്യൂസ് ഒക്കെ സ്പെസിഫൈ ചെയ്തിരിക്കണം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വെയർ ഇ കെ പ്രൈം is uniquely specified. ek prime എന്നുള്ള വാല്യൂ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ once a prime, b prime, c prime etc are specified. okay, അപ്പോൾ നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്സിൽ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മളിപ്പോൾ ഇത്രേ ചെയ്യാനുള്ളൂ. നമ്മൾ ഹാമിൽട്ടോണിയനുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ഓപ്പറേറ്റേഴ്സ് മ്യൂച്വലി കമ്മ്യൂട്ട് ചെയ്യുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നമ്മളൊരു കളക്റ്റീവ് കോമൺ സെറ്റ് ഓഫ് ഐഗൺ കെറ്റുകൾ ജനറേറ്റ് ചെയ്യുക. ആ കോമൺ സെറ്റ് ഓഫ് ഐഗൺ കെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഇനീഷ്യൽ കെറ്റിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് എന്താ പറയുക, ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫൈനൽ സ്റ്റേറ്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഐഗൺ വാല്യൂസ് ഒക്കെ represent ചെയ്യാൻ പറ്റും. So this is a very simple method. So fundamental task in quantum mechanics is to list out all possible
operators that commutes with each other and also commute with Hamiltonian. ഇത് കണ്ടുപിടിക്കലാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ, ക്വാണ്ടം ഡൈനാമിക്സിലെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ട് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാത്തമാറ്റിക്കലി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. That means we have to find out the constants of motion if the Hamiltonian is independent of time. അങ്ങനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ, ടൈം എവല്യൂഷൻ എക്സ്പെക്റ്റേഷൻ വാല്യൂവിന് സമയത്തിനനുസരിച്ച് എന്ത് വ്യത്യാസം വരുന്നു, ഒരു സ്റ്റേറ്റ് ഗെറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ സമയത്തിനനുസരിച്ച് വേറെ ഒന്നായിട്ട് മാറുന്നുണ്ടോ, അത് വെച്ചിട്ട് നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റും അതുപോലുള്ള ബേസിക് കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ ടൈം എവല്യൂഷനെ കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ താങ്ക് യു.